ഇൻസ്റ്റഗ്രാമിലൊരു പേജ് ഉണ്ട്, ട്രാവലോഗ് ബൈ ചിത്രൻ. ഏകദേശം ഒരു 1 മില്യൺ ഫോളോവേഴ്സ് വരും. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ വളരെ മനോഹരമാണ്. കാരണം അദ്ദേഹം നടത്തുന്ന യാത്രകളാണ് വളരെ മനോഹരമായ, ഇന്ന് വരെ കാണാത്ത ഒരു സ്ഥലങ്ങളാണ് അദ്ദേഹം പലപ്പോഴും അതിനകത്ത് ചിത്രീകരിക്കുന്നത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴേക്കും അദ്ദേഹം പറയുന്നൊരു ഡയലോഗുണ്ട്, സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഭൂമിയിലെ സ്വർഗത്തിലാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്വർഗം ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത കുറച്ച് മനുഷ്യരെ കുറിച്ചാണ്. നമ്മുടെ മാതാവും യോസേപ്പിതാവും ഉണ്ണീശോയുടെ ആ യാത്രയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒപ്പം ഞങ്ങളുടെ കൊച്ചു യാത്രകളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡിൽ ചിന്തിക്കുന്നു. ബ്രദർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബെത്ലഹേമിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഇങ്ങനെ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ബെത്ലഹേമിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് വരുന്നൊരു ചിത്രം എന്ന് പറഞ്ഞാൽ മാതാവിനെ കഴുതപ്പുറത്ത് കയറ്റി യോസേപ്പിതാവ് ഇങ്ങനെ മുന്നിൽ നടക്കുന്ന ഒരു ചിത്രമാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു യാത്ര തുടങ്ങുമ്പോൾ തൊട്ട് അവസാനം വരെ യോസേപ്പിതാവ് മാതാവിൻ്റെ ഒപ്പം എപ്പോഴും എല്ലാ കാര്യത്തിലും ഇങ്ങനെ വളരെ സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ഒരു അങ്ങനെ ഒരു ചിത്രമാണ് നമുക്ക് അതിനകത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റണേ. ഒരു യാത്ര തുടങ്ങുന്നതിനോടൊപ്പം തന്നെ അത് അവസാനിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കുറേ ആൾക്കാരെ കാണുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലൂടെ പല ആളുകളിലൂടെയൊക്കെ കടന്നിട്ടാണ് അവസാനം നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഓർമ്മ വന്നൊരു കോട്ട് ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കൽ വായിച്ചത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ സങ്കടം വരുന്ന സമയത്തും നമ്മളെ ചിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വ്യക്തികൾക്കാണ് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതെന്ന്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മാതാവിൻ്റെ ലൈഫിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് വിശുദ്ധ യോസേപ്പിതാവായിരുന്നു. കാരണം മാതാവിൻ്റെ ലൈഫിലൊരു സാഹചര്യം അങ്ങനെ ഉണ്ടായപ്പോൾ തൊട്ട് ഈ ഒരു യാത്രയിലുടനീളം നമ്മൾ കാണുന്ന ഏക കൂടിയുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാതാവിന് യോസേപ്പിതാവായിരുന്നു. ഇനി നമ്മുടെ ഈ യാത്രയിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുറേ ആളുകളെ കാണും, അല്ലെങ്കിൽ കുറേ സ്ഥലങ്ങളിലൂടെ കടന്നു പോകും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പം നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഒരു ലൈഫും ഒരു യാത്രയാണ്. നമ്മൾ ജനനം തൊട്ട് അല്ലെങ്കിൽ നമ്മുടെ ഓരോ തീരുമാനങ്ങൾ എടുത്ത് തുടങ്ങുന്നത് തൊട്ട് നമ്മൾ ഒരു യാത്രയിലാണ്. അപ്പോൾ ഈ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല ആൾക്കാരെയും കാണും, പല സ്ഥലങ്ങളിലൂടെ കടന്നു പോകും, പല അവസ്ഥകളിലൂടെ കടന്നു പോകും. ഇതെല്ലാം നമ്മുടെ അവസാനം നമ്മൾ ലക്ഷ്യത്തിൽ എത്തുന്നതൊക്കെ വരെയുള്ള നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ചാലകശക്തിയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാറുണ്ട്. ബ്രദർ ഇപ്പം പറഞ്ഞതുപോലെ കൂടെ യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥയെപ്പറ്റി നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ടോയെന്നറിയില്ല. നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നവരും പലതരത്തിലുള്ള കുറവുകളും പലതരത്തിലുള്ള വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പം മാതാവും യോസേപ്പിതാവും ചെയ്ത യാത്രയിൽ ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇന്നത്തെ തരത്തിലുള്ള സൗകര്യങ്ങളില്ല, നല്ല വഴികളില്ല, ആവശ്യത്തിന് ഭക്ഷണമോ ദാഹത്തിന് വെള്ളമോ കിട്ടുന്ന സാഹചര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ലൈഫിലോട്ടും പ്രത്യേകിച്ച് ഞങ്ങൾ കുടുംബജീവിതത്തിനെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെയും പലതരത്തിലുള്ള കുറവുകളുള്ള വ്യക്തികളായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവുക. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ 2 വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് പറിച്ചു നട്ടപ്പെട്ട 2 വ്യക്തികൾ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തതാണല്ലോ കുടുംബം. അപ്പോൾ ഈ സാഹചര്യത്തിലുള്ള കുറവുകളെ നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ ചേർത്തുകൊണ്ട് നമ്മൾ നടക്കുമ്പം ആ കുറവുകളെ നിറവുകളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മുടെ പുൽക്കൂടുകൾ പോലും സ്വർഗമായി മാറും. അവിടെ ഈശോ ശരിക്കും വന്ന് പിറക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പം ഇങ്ങനെ തോമസ് ബ്രദർ ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞു. ഒരു പലായനത്തിൻ്റെ ആ ഒരു ചിത്രം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. യോസേപ്പിതാവ്, മാതാവ്, ഒരു കഴുതക്കുട്ടിയുടെ പുറത്ത് ഇരിക്കുന്ന മാതാവ് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. അപ്പം മാതാവിനെ എപ്പോഴും കൂട്ടി യോസേപ്പിതാവ് ഉണ്ടായിരുന്നു, യോസേപ്പിതാവിനെ കൂട്ടായിട്ട് മാതാവ് ഉണ്ടായിരുന്നു. ഇവർക്ക് കൂട്ടായിട്ട് മാതാവിൻ്റെ ഉദരത്തിലുള്ള ഉണ്ണിയേശു ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് നമ്മൾ വിട്ടുപോകാറുണ്ട് പലപ്പോഴും. എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണെന്ന് തോന്നുന്നല്ലേ. ഇമ്മാനുവൽ, ഈ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് ഇമ്മാനുവൽ പ്രൊഫസി എന്ന് പറയുന്നത്. ഏഷ്യാ പ്രവചനത്തിൽ ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ എന്നുള്ള ആ ഒരു സന്ദേശം, ദൈവം മനുഷ്യൻ്റെ ഒപ്പം നടന്ന കഥയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ഇപ്പോൾ യഹൂദരെയൊക്കെ സംബന്ധിച്ചാണെങ്കിലും ഇങ്ങനെ ഉന്നതങ്ങളിലിരിക്കുന്ന അതിശക്തനായ ഇങ്ങനെ സൂപ്പർ പവറായിട്ടുള്ള ഒരു ദൈവസങ്കല്പത്തെ ഒരു കുഞ്ഞിൻ്റെ രൂപത്തിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരിൽ ഒരാളായിട്ട് വന്നു പിറക്കുന്ന ഒരു ദൈവസങ്കല്പത്തിലേക്ക് ഈശോ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം അങ്ങ് ആകാശങ്ങളിലിരിക്കുന്ന ഒരു അതികായനായിട്ടുള്ള ഒരാളൊന്നുമല്ല, നിങ്ങളുടെ ഇടയിലുള്ള, നിങ്ങളുടെ അടുത്തുള്ള ആളുടെ ഉള്ളിലുള്ള, അവൻ്റെ വാക്കുകളിലുള്ള, അവൻ്റെ നോട്ടത്തിലുള്ള, അവൻ്റെ ചിരിയിലുള്ള, അതെല്ലാം ദൈവമാണെന്നുള്ളൊരു സന്ദേശം ക്രിസ്മസ് നൽകുന്നുണ്ടെന്ന് തോന്നുകയാണ്. അപ്പം
ഗോഡ് ഹാസ് ബിക്കം ഇമ്മനൻറ്റ്, ദൈവം നമ്മുടെ ഇടയിലായി എന്നുള്ളൊരു സന്ദേശം. മനുഷ്യരോടൊപ്പം ദൈവം നടക്കുകയാണ് ക്രിസ്മസിന്. അതൊരു പക്ഷേ എനിക്ക് ബ്രദർ പറഞ്ഞ കാര്യം കേട്ടോ, ക്രൈസിസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. മാതാവ് കഴുതപ്പുറത്തിരിക്കുന്നു, യോസേപ്പ് പിതാവ് കൂടെ നടന്നു പോകുന്നു. നമുക്ക് ഈ കുടുംബജീവിതത്തെ പറ്റി ചിന്തിക്കുമ്പോഴേ ആസ് എ ഫാമിലി പലപ്പോഴും നമ്മൾ ക്രൈസിസുകൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട്. ഭയങ്കര ഒത്തിരി വിഷമങ്ങൾ വരുന്ന പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഈ പ്രതിസന്ധി വരുമ്പോൾ ഈ കൂടെ നിൽക്കുമ്പോഴേ നമ്മുടെ ബോണ്ട് ഭയങ്കര സ്ട്രോങ് ആവുന്ന പോലെ തോന്നാറുണ്ട്. ഓരോ ക്രൈസിസ് കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ബോണ്ട് ഇങ്ങനെ സ്ട്രോങ് ആയി ദൈവം നമ്മളെ ഷേപ്പ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. ശരിക്കും ആ രണ്ടുപേരുടെ ഇടയ്ക്കും ഉണ്ണീശോ ഉണ്ടാവും, ഈശോ ഉണ്ടാവും അല്ലേ? ബ്രദർ പറഞ്ഞ പോലെ ആ ഈശോയുടെ സാന്നിധ്യം കൊണ്ടായിരിക്കും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ക്രൈസിസിനെ ദൈവം ഷേപ്പ് ചെയ്യുന്നത് ഒരു പക്ഷേ. അത് എനിക്ക് കേട്ടപ്പോൾ നല്ലൊരു ആശയമായിട്ട് തോന്നി. കാരണം നമ്മളെല്ലാവരും എവിടെ സ്നേഹത്തോടെ കൂടുന്നു അവിടെ ദൈവം ഉണ്ടാകുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഇതിന് ഈ യാത്രയെ പറ്റി ഇങ്ങനെ ആലോചിക്കുമ്പം ചിലപ്പോൾ നമ്മളായാലും യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ യാത്രയിലുപരി നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലുപരി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ആ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകൾ, അങ്ങനെ പല ആളുകളും നമ്മുടെ ലൈഫിനെ നമ്മളെ ബാധിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഒരു ചേഞ്ച് ഉണ്ടാക്കാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബസ്സിലൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ കൂടെ നമ്മൾ ചിലപ്പോൾ ഒരു വിൻഡോ സീറ്റൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുവാണെങ്കിലും ചിലപ്പോൾ ബസ്സിൽ കയറി ഇറങ്ങുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് ചോദിച്ചു വരുന്ന കണ്ടക്ടർ ആയാലും, അങ്ങനെ നമ്മൾ പല ആൾക്കാരെ കാണുമ്പോഴായാലും അത് നമ്മുടെ ലൈഫിൽ എന്തോ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെടുത്തി ചിന്തിച്ചപ്പോൾ ഒരു ഓർമ്മ വന്നൊരു കഥയാണ്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ഒരു കഥയുണ്ട്. അപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് ഓൾറെഡി നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ വിശുദ്ധനാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം ഒരു വിശുദ്ധൻ്റെ പരിവേഷം ഓൾറെഡി ഉണ്ട്. അപ്പോൾ വിശുദ്ധൻ ഒരു ദിവസം ഇങ്ങനെ അവരൊരു യാത്രയിൽ ഇങ്ങനെ ഒരു പാടത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധനോട് പാടത്തുനിന്ന് ഒരാളിങ്ങനെ കയറി വന്നിട്ട് പറയാണ്, അങ്ങൊരു വിശുദ്ധനായിട്ട് ജീവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ വിശുദ്ധനായി തന്നെ ജീവിക്കണോട്ടോ എന്നിങ്ങനെ പറയും. അപ്പം വിശുദ്ധ ഫ്രാൻസിസിന് വേണമെങ്കിൽ അത് വകവയ്ക്കാതിരിക്കാമായിരുന്നു, പക്ഷെ വിശുദ്ധ ഫ്രാൻസിസ് അത് ഹൃദയത്തോട് ചേർത്തു. അത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ലൈഫിൽ ഒരു പാഠമായിട്ട് അത് മാറി. വിശുദ്ധ ഫ്രാൻസിസ് പറയുന്നത് ഇങ്ങനെയാണ്, ഈ പാടത്തുനിന്ന് കയറി വന്ന് ക്രിസ്തു എന്നെ ഉപദേശിച്ചിട്ട് പോയി എന്നാണ് പറയണത്. അപ്പം നമ്മുടെ ലൈഫിലായാലും ഇതുപോലെ നമ്മളെ മാറ്റിമറിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ടച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മുടെ യാത്രയിൽ ഇതിന് പല ആളുകളും പല സന്ദർഭങ്ങളും കയറി വരും. ഈ യോസേപ്പ് പിതാവിൻ്റെയും മാതാവിൻ്റെയും യാത്രയിലായാലും അവരുടെ ലൈഫിലും കുറേയേറെ ആളുകൾ ഇങ്ങനെ വന്നു പോയിട്ടുണ്ടാകാം. ഇന്നത്തെ ഒരു കാലത്ത് ഒരു യാത്ര ഇത്രയും ചില സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചില സ്ഥലങ്ങളിൽ പോകാം, ചില യാത്രകൾ വളരെ ദുഷ്കരമായിരിക്കാം. അങ്ങനെ ഒരു സാധ്യതയിൽ നമ്മൾ അന്നത്തെ യാത്രയെപ്പറ്റി ആലോചിക്കുമ്പം തീർച്ചയായിട്ടും അന്നൊരു 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബെത്ലഹേം യാത്രയിൽ കുറേയേറെ സന്ദർഭങ്ങൾ അവരെ ഫേസ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെയൊക്കെ ഇവരുടെ ലൈഫിൽ, ഈ ഒരു ബെത്ലഹേം യാത്രയിൽ ഇവരുടെ ലൈഫിനെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ബന്ധങ്ങൾ ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യസ്ഥാനത്തിൽ കുറച്ചുകൂടി മനോഹരമാക്കുന്ന കുറേയേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവുമെന്ന് എനിക്കിങ്ങനെ തോന്നുന്നു. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞ പോലെ ഇങ്ങനെ യാത്രയിൽ ഒരുപാട് പേരെ കണ്ടുകൂട്ടി എന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ ഇത്ര നേരം നമ്മൾ സംസാരിക്കുമായിരുന്നല്ലേ. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഒരു പാട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ഒരു പാട്ട്. നമുക്കൊരു പാട്ടായാലും യേശുവേ ഉമ്മ
തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായി നിങ്ങൾ ഗംഭീരം പാട്ടുകാരായിരുന്നു. ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ആസ്വദിക്കായിരുന്നു പാട്ടുകൾ. വളരെ നന്ദിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യാത്ര കുറച്ചുകൂടെ തുടരാമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഈ നമ്മൾ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഒരുപാട് കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. എൻ്റെ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വന്നൊരു ചിന്തയാണ് പലപ്പോഴും നമ്മൾ ഈ സാക്രിഫൈസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, ഈ നമ്മൾ എടുക്കുന്ന സാക്രിഫൈസിനെ കുറിച്ചൊക്കെ. ഈ ഇപ്പം ഞങ്ങളാണെങ്കിൽ ഈ പൗരോഹിത്യ ജീവിതത്തിലാണെങ്കിലും ഞങ്ങൾ സ്ഥിരം കേൾക്കുന്നൊരു വാക്കാണ് സാക്രിഫൈസ് വാക്ക്. അപ്പം ലൈക്ക് ഇപ്പം ഞങ്ങൾ തന്നെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഓ ശരിയാണ്, ദൈവത്തിന് വേണ്ടി ഒരുപാട് സാക്രിഫൈസസ് എടുത്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നാണ് ഞങ്ങളോട് പറയും, അയ്യോ അച്ഛന്മാരൊക്കെ എന്ത് സാക്രിഫൈസാണ്, അല്ലെങ്കിൽ അവരെന്തോരം സാക്രിഫൈസ് ജീവിതത്തിൽ എടുക്കുന്നുണ്ടെന്നൊക്കെ ഞങ്ങളോട് പറയാറുണ്ട്. ഇപ്പം ഞങ്ങൾ വെക്കേഷനാണ് പോകുമ്പോൾ 15 ദിവസമൊക്കെ അവധിയുള്ളൂ. അപ്പം ഞങ്ങളെ കൂടെയുള്ളവരോടൊക്കെ പറയും, 15 ദിവസം വീട്ടിൽ പോകാൻ നിൽക്കാൻ പറ്റുള്ളൂ. അവർ പറയും, അയ്യോ 15 ദിവസം നിൽക്കാൻ പറ്റുള്ളൂ, അങ്ങനെ. അപ്പം എന്ത് സാക്രിഫൈസ്, അങ്ങനെ പറ്റുമോ? അപ്പം ഈ ഫോർമേഷൻ കാലത്ത് ഈ 15 ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ ഫോണൊന്നും ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ ലൈഫിൽ ഭയങ്കര സാക്രിഫൈസ് എന്നൊക്കെ, അങ്ങനെ സാക്രിഫൈസിന് ഇങ്ങനെ പലപ്പോഴും പ്രൊജക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിന് വേണ്ടി പലപ്പോഴും ചെറിയ ചെറിയ ഇഷ്ടങ്ങളോട് നമ്മൾ വേണ്ടാന്ന് വെക്കും. അത് നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല, ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഇപ്പം ഈ മാതാപിതാക്കന്മാർ അവർ കുഞ്ഞുങ്ങളുള്ള സ്നേഹം, അവരുടെ ലൈഫിൽ കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ കുഞ്ഞ് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കിന്, തൻ്റെ മക്കൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കിന് പിന്നീട് തൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ടാന്ന് വെക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല, സംസാരിക്കില്ല. അപ്പോൾ എൻ്റെ ലൈഫിലാണെങ്കിൽ എൻ്റെ അമ്മ ഒരിക്കൽ പോലും എൻ്റെ ചേട്ടനോടോ എൻ്റെ ചേച്ചിയോടോ അല്ലെങ്കിൽ എന്നോടോ ഒരിക്കൽ പോലും ഞങ്ങൾക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്ത കഥകളൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ്? കാരണം അതിനേക്കാൾ കൂടുതൽ അമ്മ ഞങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഈ ഒരു ദൈവവിളിയിലും എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ദൈവത്തിന് ഞാൻ 1-ാം സ്ഥാനം കൊടുക്കും, ബാക്കിയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങളോടോ ഇഷ്ടങ്ങളോടോ പലപ്പോഴും വേണ്ടാന്ന് വെക്കുമ്പോൾ അത് വലിയ സാക്രിഫൈസ് ആയിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യേണ്ട എന്ന് പലപ്പോഴും തോന്നിട്ടു. അപ്പം ഞങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കിന് പൗരോഹിത്യ ജീവിതത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, എനിക്ക് നിങ്ങൾക്ക് കൂടെ കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നുന്നു. കാരണം നിങ്ങളുടെ ഈ ഒരു പേരൻ്റ് എന്ന നിലയിൽ നിങ്ങൾക്കും എനിക്ക് തോന്നുന്നത് ഈ ഒരു സാക്രിഫൈസ് എന്നൊരു മൂല്യത്തെക്കുറിച്ച് നിങ്ങളുടെ വ്യൂ പോയിന്റ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ഒരുപക്ഷെ ഈ ബത്ലഹേമിലേക്കുള്ള യാത്ര പറഞ്ഞ പോലെ ഇതിനകത്ത് വരുന്ന നമ്മുടെ ഒരു ക്രൈസിസ് അല്ലെങ്കിൽ നമുക്ക് വരുന്ന പ്രലോഭനങ്ങൾ, ഇതെല്ലാം ക്രൈസിസ് ആണല്ലോ ഇതെല്ലാം വരുന്നത്, അതിനാണ് കൂടുതലൊരു പ്രൊജക്ഷൻ സാധാരണ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഈ വഴിക്കുള്ളൊരു ബ്യൂട്ടി ഉണ്ട്. നമ്മൾ പോകുന്ന വഴിയിൽ ഒരുമിച്ചായിരിക്കുന്ന നിമിഷങ്ങൾ. ഇപ്പം എനിക്കൊന്നു വളരെ ചെറിയൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ 2 ദിവസം മാറി നിന്നു വീട്ടിൽ നിന്ന്. തിരിച്ചു വന്ന് രാത്രി തിരിച്ചെത്തിയത്, അപ്പം മക്കളൊക്കെ കിടന്നുറങ്ങി. ഇടയ്ക്ക് ഒന്ന് എഴുന്നേറ്റപ്പം എൻ്റെ മോനുണ്ട് ഇളയാൾ. അപ്പം അവൻ രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് കണ്ണു തുറന്നിട്ട് അമ്മ എന്ന് വിളിച്ചു. അപ്പം ഞാൻ എഴുന്നേറ്റ് എന്നാടാന്ന് ചോദിച്ചു. അപ്പോൾ കൂടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ, കഴുത്തേൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ചങ്ങ് കിടന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ലൈഫിൽ ഇതില്ലായിരുന്നെങ്കിൽ എന്തൊരു ശൂന്യതയായിരുന്നേനെ. അങ്ങനെ ഒരു നമുക്കൊരു സെക്യൂർ ഫീലിംഗാണ് നമ്മുടെ മക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു മൊമെൻറ്റ്സ് ഉണ്ട് കുറേ, നമുക്ക് നമ്മളിൽ തന്നെ കുറേ വാല്യൂ തോന്നുന്ന ചില ചെറിയ നിമിഷങ്ങൾ. ഇപ്പം നമ്മൾ ഭയങ്കര സങ്കടമായിട്ടിരിക്കുവാണെങ്കിൽ, ഇപ്പം ചിലർ പറയും ജീവിതത്തിൽ ഇപ്പം നമുക്ക് എന്നാ പറഞ്ഞില്ല ഒരു തലവേദനയാണെന്ന് പറഞ്ഞാൽ പോലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാക്കി പണിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അതിനെ കാണാം ഒരു പക്ഷേ നമ്മൾ ഈ തലവേദന എടുത്ത് നമ്മൾ സ്ട്രെസ്സായിട്ട് ഇപ്പം എന്തെങ്കിലും ജോലിയും കാര്യങ്ങളും അതിൻ്റെ തിരക്കൊക്കെ ആയിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഇവരുടെ ഈ കുഞ്ഞു മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒത്തിരി സ്നേഹമൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സ്ട്രെസ് റിലീഫില്ലേ. അപ്പം വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പുറത്തെ സൈഡിനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കിതിനെ ആസ്വദിക്കാൻ പറ്റാണ്ട് വരും. ഈ ഒരു ബ്യൂട്ടി, ഈ ഒരു ബത്ലഹേം യാത്രയിലേക്കുള്ള ബ്യൂട്ടി, അതിനെ ഒന്നുകൂടെ ആസ്വദിക്കാൻ പറ്റണം എന്നെനിക്ക് തോന്നുന്നു. ഇതുപോലെ തന്നെ ഈ യാത്രയിൽ മനസ്സിലായ വേറൊരു കാര്യമാണ്, ഈ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളാണെങ്കിൽ തന്നെ ഫിലോസഫി, തിയോളജി, കുറേ തിയറീസൊക്കെ പഠിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ഒരു കാര്യത്തിന് മാത്രം ഒരു സത്യസന്ധമായിട്ട് തോന്നിയത്, പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തി ഉണ്ടെന്ന് ഈ യാത്രയിൽ മനസ്സിലായ ഒരു കാര്യമാണ്. ഇപ്പം നമ്മുടെ കഴിവുകൾക്കോ
അല്ലെങ്കിൽ നമ്മുടെ കഴിവിനൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ സാധിക്കില്ല. അത് കണ്ടെത്താൻ സാധിക്കുന്ന പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇടയ്ക്ക് എന്നോടൊരു എക്സ് പ്രീസ്റ്റായിട്ട് ഒരു അച്ഛൻ ഇങ്ങനെ ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ആൾ എന്നെ നിരന്തരമായിട്ട് അഡ്വൈസ് ചെയ്യാണ്, ബ്രദറെ എങ്ങനെ പോയാലും ഈ സഭയിൽ സെമിനാരിൽ പൗരോഹിത്യ ജീവിതം ഉപേക്ഷിക്കരുത്, അല്ലെങ്കിൽ ഈ ഒരു ജീവിതം ഒരിക്കലും ഉപേക്ഷിച്ച് കളയരുത്. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ സെമിനാരിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ അച്ചൻപട്ടത്തിൽ നിന്ന് മാറി നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ കാരണം പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ടാണ്. ജീവിതത്തിൽ നിരന്തരം പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ദൈവവുമായിട്ട് എപ്പോഴും ഒരു കണക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അച്ഛൻ പറഞ്ഞു. അപ്പം ഈ ആദ്യമേ നമ്മൾ തോമസ് ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ യാത്രയിൽ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരിലൂടെ. അപ്പം ഈ യാത്രയിൽ എന്നെ പഠിപ്പിച്ചു തന്നാൽ എനിക്ക് മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ഈ പ്രാർത്ഥനയിൽ അടിയുറച്ച് ജീവിക്കുക. പ്രാർത്ഥനയ്ക്ക് മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഈശോയുള്ള ബന്ധത്തിൽ മാത്രമേ ഈ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരുന്ന സാധനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഉത്തരം നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ ഒരു യാത്രയോട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ശരിയാണ്. നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ പൗരോഹിത്യ യാത്രയിലാണെങ്കിലും നമ്മുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ദമ്പതികൾ ഞങ്ങൾ ഹസ്ബൻഡും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും അങ്ങനെ നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്ന ദിവസങ്ങളും അതൊന്ന് ബ്രേക്കായാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളും അത് ഭയങ്കര എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാകും. നമ്മൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ സ്വപ്നങ്ങൾ മാത്രമല്ല ദൈവത്തിൻ്റെ സ്വപ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നു പോകുന്നു. പക്ഷേ എങ്കിൽ പോലും അതിലേക്ക് നമ്മളതിലേക്കൊന്ന് തയ്യാറെടുക്കാനോ ഒന്നും നമുക്ക് പറ്റാതെ പോവാണ് നമ്മൾ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കുമ്പം. അത് ആക്ച്വലി പലർക്കും മേ ബി എവിഡൻ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കാരണം എപ്പോഴും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു പ്രെയറിൽ അങ്ങനെ പോകാൻ പറ്റാറില്ല. ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആകുന്നു. അപ്പം ആ ഒരു സമയങ്ങളിൽ വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഇത് നമ്മൾ താഴ്ന്നു. അപ്പോൾ നമുക്ക് അത് മനസ്സിലാകുന്നു നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നീങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ മാറുന്നുണ്ടെങ്കിലും അതിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പം വീണ്ടും പിന്നെയും നമ്മൾ കുറച്ച് ഫോഴ്സ്ഫുള്ളി ആണെങ്കിലും പരസ്പരം സപ്പോർട്ട് ചെയ്താണ്. ഇപ്പം എനിക്ക് ഇച്ചിരി മടിയാണെങ്കിലും ഹസ്ബൻഡ് പറയും എന്തായാലും പ്രാർത്ഥിച്ചിട്ട് കിടക്കണം, ഒരു നന്മ നിറഞ്ഞ് പറയുമ്പോൾ എങ്കിലും മിനിമം ചെല്ലിയിട്ട് കിടക്കണം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്, ബോണ്ടിങ് ആണ്. കർത്താവിന് നമ്മുടെ കൂടത്തിൽ നമ്മൾ വീണ്ടും പിടിച്ചു നിർത്തുന്ന ഒരു ഇതാണ്. അതുപോലെ പള്ളിയിൽ പോകുന്ന കാര്യത്തിനാണെങ്കിൽ ഒരാൾക്ക് എഴുന്നേക്കാൻ മടിയാണെങ്കിൽ മറ്റേയാൾ നിർബന്ധിച്ച് കൊണ്ടുപോകായിരിക്കും. ആക്ച്വലി ഞാൻ തന്നെ പറയും എനിക്ക് മടിയായിരിക്കും, പക്ഷേ എന്നെ നിർബന്ധിക്കണം. അങ്ങനെ പറഞ്ഞു പോലും നമ്മൾ എണീറ്റ് പോകാൻ ഫോഴ്സ് ചെയ്യുന്ന അവസരങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ടു ദ എൻഡ് അതെല്ലാം നമുക്ക് എപ്പോഴും ഒരു ഗുണത്തിന് അല്ലെങ്കിൽ ഈശോയുടെ തമ്പുരാനോട് കൂടുതൽ അടുക്കാനുള്ളൊരു സാഹചര്യമാണ് ആ ഹോൾ യാത്രയിൽ നമുക്ക് കിട്ടുന്നത്. എനിക്ക് അതിനോട് കൂടെ ഒരു കാര്യം ചേർത്ത് വയ്ക്കാനുള്ളതാണ്. ഈ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ഒഴിച്ചുവിടാൻ പറ്റാത്ത 3 പേരാണ് 3 രാജാക്കന്മാരുടെ ഒരു വരവ്. ഭയങ്കര ട്വിസ്റ്റഡ് ആയിട്ടാണ് അവർ വരുന്നത്. ആരും പ്രതീക്ഷിക്കുന്നില്ല, ഭയങ്കര സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, അവർ തിരിച്ചു പോയപ്പോൾ പഴയതുപോലെയല്ല, എന്തൊക്കെയോ മാറ്റം അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. എന്തൊക്കെയോ മാറ്റം. ഈവൻ നമ്മുടെ ലൈഫിലും ഞാൻ എവിടെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബോറടിക്കുകയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഭയങ്കര ഡെസ്പാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ ഭയങ്കര കാര്യം. കാരണം പല കാര്യങ്ങളും ഉള്ളിൽ കിട്ടും. പുതിയ കൾച്ചർ, ഫുഡ് ഹാബിറ്റ്സ്, അല്ലെങ്കിൽ പുതിയ എന്തൊക്കെയോ നമ്മളെ കളിക്ക് ചേർത്ത് വയ്ക്കാനായിട്ട് പലതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ടും ഈ ഒരു യാത്രയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മളൊരിക്കലും പഴയതുപോലെയല്ല, ഒത്തിരി മാറ്റം സംഭവിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടാ, അതുകൊണ്ട് ചേർത്ത് വയ്ക്കാനായിട്ട് ആഗ്രഹിച്ചൊരു പോയിന്റാണ്. ഇപ്പോൾ ബ്രദർ പറഞ്ഞു 3 രാജാക്കന്മാരുടെ കാര്യം. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആ തിരിച്ചുപോക്കിലുണ്ടാകുമെന്ന് ഇപ്പോൾ ബ്രദർ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ അവരവിടെ ചെന്നപ്പം ഹെറോദേസിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ അവർക്ക് അവിടെ ഉണ്ടായപ്പം ദൈവം പറഞ്ഞു, ഇനി നിങ്ങൾ വന്ന വഴിക്കല്ല തിരിച്ചു പോകേണ്ടത്, നിങ്ങൾ പോകേണ്ടത് മറ്റൊരു വഴിക്കാണെന്ന്. അപ്പം ഈശോയിനെ കണ്ടുമുട്ടി, അതായത് ഈശോയുടെ അടുത്തേക്ക് അവർ ചെന്ന് കഴിഞ്ഞപ്പം അവർ പോയത് അവരത്രയും നാൾ നടന്ന ആ ഒരു വഴിയിൽ കൂടെയല്ല, അവർ തിരിച്ചു പോയത് മറ്റൊരു വഴിയിലൂടെയാണ്. അതുപോലെ തന്നെയാണ് ഈ ബത്ലഹേമിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടുവിട്ടുന്ന നമ്മുടെ ആട്ടിടയന്മാരും. ജീവിതത്തിൻ്റെ താഴെ തട്ടിലാണെന്ന് നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഇത് ഈശോ വരുമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞവരായിരുന്നു എല്ലാവരും. പക്ഷേ ഈശോ വരുമെന്നുള്ള ആ ഒരു സദ്വാർത്ത മാലാഖമാർ വന്ന് പറഞ്ഞത് താഴെ തട്ടി കടന്നിരുന്ന ആ ഒരു ആട്ടിടയന്മാരുടെ അടുത്തേക്കാണ്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ദൈവം. നമ്മളിപ്പോൾ പല ആൾക്കാരും ഇയാൾ ചെറുതാണ്, ഇയാൾ വലുതാണ് അങ്ങനെയൊക്കെ വിചാരിച്ചാലും രാജാക്കന്മാർ വലിയ ആൾക്കാരായിരുന്നു, ആട്ടിടയന്മാർ വളരെ ചെറുതായിരുന്നു. പക്ഷെ ദൈവം പിറന്നപ്പം
ഈ ഒരു വാർത്ത ഒരുപോലെ 2 തലങ്ങളിലേക്കുമാണ് കൺവേ ചെയ്യപ്പെട്ടത്. അവർക്ക് 2 പേർക്കും ഉണ്ടായ അനുഭവങ്ങളും പലതുമായിരിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഫൈനലി എന്തായാലും ദൈവത്തിനെ കണ്ടെത്താനായിട്ടുള്ളൊരു യാത്രയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മളതിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏതൊരവസ്ഥയിലാണെങ്കിലും അതിനകത്തൂടെ നമുക്ക് ദൈവത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് ഏത് മാർഗത്തിലൂടെ നമ്മൾ ചരിച്ചാലും ഫൈനലി നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് ഒരിത്. ഒരുപക്ഷെ നീനു പറഞ്ഞ പോലെ ബത്ലഹേമിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങി വെച്ചത് മാതാവിലും യോസേപ്പിതാവിലും ആണെങ്കിൽ പിന്നീട് അത് ആട്ടിടയന്മാരുടെ യാത്രയായിരുന്നു, നമുക്ക് രാജാക്കന്മാരുടെ യാത്രയായിരുന്നു. അങ്ങനെ ഒത്തിരി പേരുടെ യാത്രയാണ് ബത്ലഹേമിലേക്കുള്ള യാത്ര. അപ്പം ഈ യാത്രയിൽ നമുക്കൊരു പാട്ടും പാടി അങ്ങ് പോവാം അല്ലേ? മണ്ണിന്റെ മാറിലൊരു തിരി തെളിക്കാൻ മാലോകർ പാർത്തിരുന്ന സൂതൻ വരുന്നേ, നെഞ്ചോരം ചേർന്നു നിൽക്കാനുള്ള കവരാൻ വിണ്ണിന്റെ തിരുനാഥന്റെ വരവൊരുങ്ങി. ദൂതർ പാടുന്ന നാദം വാഴ്വിൻ മുഴങ്ങും കാലം മാർത്തു പാടാം, ചേർന്നു പാടാം ആഘോഷമായി. മഞ്ഞേറും പുൽത്തൊഴുത്തിൽ പാലകനായി വന്നല്ലോ, കുളിരേകും പാതിരാവിൽ ആട്ടിടയർ ചെന്നല്ലോ. മഞ്ഞേറും പുൽത്തൊഴുത്തിൽ പാലകനായി വന്നല്ലോ, കുളിരേകും പാതിരാവിൽ ആട്ടിടയർ ചെന്നല്ലോ. താരകം കണ്ടേ മന്നവർ വന്നേ, താരകം കണ്ടേ മന്നവർ വന്നേ. പൊന്നുമീറ കുന്തിരിക്കം കാഴ്ചയായി വച്ചേ, പൊന്നുമീറ കുന്തിരിക്കം കാഴ്ചയായി വച്ചേ. ഈ മണ്ണിൻ ആനന്ദരാമാണല്ലോ, രാജാധിരാജൻ പിറന്നാളല്ലോ. കൊണ്ടാടാം ഒന്നായി ചേർന്നാടിടാം, പൊന്നുണ്ണിക്കേകിടാം സമ്മാനങ്ങൾ. അത്യുന്നതങ്ങളിൽ തിരുനാഥന് സ്തുതി പാടിടാം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയിടാം. അത്യുന്നതങ്ങളിൽ തിരുനാഥന് സ്തുതി പാടിടാം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയിടാം. ഗ്ലോറിയ പാടാം പുൽക്കൂടു തീർത്തിടാം, ഗ്ലോറിയ പാടാം പുൽക്കൂടു തീർത്തിടാം. പുൽത്തൊഴുത്തിൻ പാലകരെ വാഴ്ത്തിപ്പാടിടാം, പുൽത്തൊഴുത്തിൻ പാലകരെ വാഴ്ത്തിപ്പാടിടാം. ഈ മണ്ണിൻ ആനന്ദരാമാണല്ലോ, രാജാധിരാജൻ പിറന്നാളല്ലോ. കൊണ്ടാടാം ഒന്നായി ചേർന്നാടിടാം, പൊന്നുണ്ണിക്കേകിടാം സമ്മാനങ്ങൾ. ഈ മണ്ണിൻ ആനന്ദരാമാണല്ലോ, രാജാധിരാജൻ പിറന്നാളല്ലോ. കൊണ്ടാടാം ഒന്നായി ചേർന്നാടിടാം, പൊന്നുണ്ണിക്കേകിടാം സമ്മാനങ്ങൾ. ഈ ആനന്ദരാവിൽ എന്ന ഗാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇമ്മാനുവലായ ദൈവം നമ്മോടുകൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ ദൈവം, സ്വർഗത്തിൽ നിന്ന് നമ്മോടുകൂടെ ജീവിക്കാനായി ഇറങ്ങി വന്ന ദൈവം, നമ്മോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവം, ആ ദൈവത്തെ മനസ്സിലാക്കി നമ്മുടെ കുറവുകളെ നിറവുകളാക്കി മാറ്റി പരസ്പരം പ്രോത്സാഹിപ്പിച്ചും ആനന്ദത്തോടുകൂടെ നമുക്ക് സ്വർഗം ലക്ഷ്യമാക്കിയുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യാം. അതിനായി നമുക്ക് അധ്വാനിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുണ്ട്. ഈ യാത്രയിൽ സഹനങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഈശോയാണ്. അവനെ കൂട്ടുപിടിച്ച് നമുക്ക് ഇനിയും ഈ യാത്ര തുടരാം. ആമേൻ. യേശുവേ ഉമ്മ വച്ചും